ഹലോ ഗൈസ്, ഞാനൊരു വീഡിയോ മുമ്പേ എടുത്തായിരുന്നു. പക്ഷേ അത് ലെങ്ത് കൂടുതലാണ്. ഞാൻ അത് എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും നിൽക്കുന്നില്ല. ഞാൻ സിയാദിൻ്റെയും ദീപൻ്റെയും അമൃതിൻ്റെയും ഫലയുടെയും ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഫുള്ളായിട്ട് കേൾക്കണം കേട്ടോ. ആദ്യമേ കുറച്ച് കേട്ടിട്ട് കമൻറ്റ് ഇടാനൊന്നും നിൽക്കല്ലേ. വീഡിയോ ഫുള്ളായിട്ട് കേട്ടിട്ട് കമൻറ്റ് ഇട്ടാൽ മതി. നിങ്ങളെ പൈസ എത്ര പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തരും. 3 മാസത്തിനുള്ളിൽ പൈസ തരും. പിന്നെ അവരെ ഫോട്ടോ ഞാൻ ഇപ്പോൾ തന്നെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് കട്ട് ചെയ്യുന്നൊന്നുമില്ല. അത് അങ്ങനെ തന്നെ പോസ്റ്റ് ആവട്ടെ. ഈ വീഡിയോ രണ്ടു ഞാൻ ഒന്നിപ്പിക്കുന്നതേ ഇല്ല കേട്ടോ. ഓക്കെ, നമുക്ക് ആ അടുത്തൊരു വീഡിയോക്കകത്ത് കാണാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ. HIV വരെ ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ എല്ലാം ആണത്. അതിനകത്ത് എനിക്ക് ലിവറിന് കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ കുത്തിവെച്ചതിൻ്റെ രീതിയിൽ ലിവറിന് കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതാണ് സിയാദ്. ഇതെൻ്റെ ലൈഫ് ഓഫ് ഫാദർ അക്കൗണ്ടാണ് കേട്ടോ. ഇത് അമൃതരാജ്. ഇതാണ് എൻ്റെ ബെഡിൻ്റെ മണ്ടയിലുണ്ടായിരുന്നു. ഇയാളാണ് മറ്റേ പേപ്പർ എടുത്ത് എൻ്റെ തലയിൽ വെച്ച് വന്നിട്ട് അങ്ങനെ വെച്ചുകൊണ്ട് എന്നെ കിടത്തിയതും എന്നെ അടിച്ചതും എല്ലാം. ഇതാണ് ദീപൻ, ഒരു തമിഴൻ. അവനാണിവൻ. ഇവനവിടുത്തെ ഏറ്റവും വലിയ മാഫിയയുടെ ഒരു തലവനാണ്. ഇതൊക്കെ ഞാൻ ദുബായ് പോലീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ പോലീസുകാർ വിശ്വസിച്ചില്ല. എന്നെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ആംബുലൻസിൻ്റെ ഫ്രണ്ട് ഇരുന്ന് ഇവനാണ് പറഞ്ഞത് ഞാൻ ഭയങ്കര ഡ്രഗ് ഉപയോഗിക്കും, ഇതാ പെട്ടെന്നൊക്കെ. ഇവൻ കൺവിൻസിങ് സ്റ്റാറാണ് ദുബായിലെ. ഇതാണ് മുഹമ്മദ് ഫല. ഇത് റൂം ഓണർ ആയിരുന്നു. ഞാനും ഇങ്ങനെ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷേ അന്ന് 12-ാം തീയതി ഇയാൾ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളാണ് അവർക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഇതാവും. എന്തിനാണ് അങ്ങനെ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇയാളെന്നെ ദേഹോപദ്രവം ഇയാളെന്നെ കുറേ ചെയ്തിട്ടുണ്ട്. ഇയാളെന്നെ ഇത് റൂമിൽ വെച്ചിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അത് അവിടുത്തെ റൂം ഓണറിന് അറിയാം. ആ റൂമിലുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ചിത്രപ്പള്ളി ബിൽഡിങ് ആ 2ാമത്തെ ഫ്ലോറിലെ ഒരു 201 to 2010 വരെ ക്യാമറ ഉണ്ടാവും. ആ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഹായ് ഗൈസ്, വ്ലോഗ് നമ്പർ 2. ഞാൻ ദുബായിലായിരുന്നു. ഞാൻ ദുബായിൽ പോയിട്ട് കറക്റ്റ് 10 മാസമാകുന്നു. ഞാൻ സെപ്റ്റംബർ 12-ാം തീയതിയാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. ഓക്കെ, സെപ്റ്റംബർ 12 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 12-ാം തീയതി ദുബായിൽ പോയിട്ട് ഞാൻ ഒരു കഫ്റ്റേരിയയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കഫ്റ്റേരിയ, അതായത് ADCB മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് അവിടെ ഒരു ഈഗിൾ ജിം ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തെ കഫ്റ്റേരിയയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ആ കഫ്റ്റേരിയയിൽ നിന്ന് ജോലി മാറി വേറൊരു കഫ്റ്റേരിയയിലേക്ക് വന്നു. നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തുള്ള ഒരു കഫ്റ്റേരിയയിലേക്ക് ഞാൻ ജോലിക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ പെരുന്നാൾ സമയത്തിൻ്റെ മുമ്പേ അന്ന് ഒരു ഷെഫ് അവിടെ ജോലിക്ക് വന്നു. മുഹമ്മദ് സിയാദ് എന്ന് പറയും. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ഇവനെ വിളിച്ചു. എടാ, എനിക്കിങ്ങനെ ഒരു റൂം വേണം. റൂമല്ല, ഒരു ബെഡ് സ്പേസ് വേണം. ഇപ്പം പറഞ്ഞാൽ അവൻ്റെ റൂമിൽ ബെഡ് സ്പേസ് ഉണ്ട്, ഓക്കെ ആക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവനെ കൊണ്ടുപോയിട്ട് കറക്റ്റ് ജൂൺ 12-ാം തീയതി ആയപ്പോഴത്തേക്ക് ഇവൻ്റെ കറക്റ്റ് സ്വഭാവം എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ നാട്ടിൽ നിന്ന് കുറേ പേരുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് മേടിച്ചിട്ട് എൻ്റെ പൈസയൊക്കെ കൊണ്ടുപോയത് ഇവനാണ്. ഇവനുണ്ടായിരുന്നു, അമൃതരാജ് ഉണ്ടായിരുന്നു, ദീപൻ എന്ന് പറയുന്ന ഒരുത്തുണ്ട്. ഇവൻ തമിഴനാണ്, ദീപൻ തമിഴനാണ്. ഓക്കെ, അങ്ങനെ സെപ്റ്റംബർ 12-ാം തീയതി ആയപ്പം 11-ാം തീയതി രാത്രി മുതൽ ഞാൻ അവൻ്റെ റൂമിലുണ്ട്, ഈ ദീപൻ്റെ റൂമിലുണ്ട്. അപ്പോൾ ഇവനൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും. എന്തിൻ്റെ സ്നേഹമെന്നൊക്കെ എനിക്ക് പിന്നെ മനസ്സിലായത്. അങ്ങനെ 11-ാം തീയതി രാത്രിയാകാൻ നേരത്ത് അവിടെ ഞങ്ങളൊരു ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ടായി. അങ്ങനെ അടിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ 12-ാം തീയതി ഒരു ഉച്ചയൊക്കെ ആകാൻ നേരത്ത് അവിടെ സ്മോക്കിങ് ചെയ്യുമായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് എനിക്കൊരു സിഗരറ്റ് വലിച്ചു. കറക്റ്റ് കാര്യം പറഞ്ഞു. ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അതിൻ്റെ അകത്ത് എന്തോ പേപ്പർ അങ്ങനെ ഇട്ട് എനിക്ക് തന്നു. അങ്ങനെ ഉമ്മാരെന്നെ റൂമിൽ കൊണ്ടുവന്നിരുത്തിയപ്പോഴത്തേക്ക് എൻ്റെ കിടിയൊക്കെ പോയി. അങ്ങനെ ഉമ്മാർക്ക് എന്തോ ചെയ്യണം. ഒരു സിറിഞ്ചൊക്കെ ആയിട്ട് അപ്പോഴേ നിൽക്കുക. അപ്പം ഞാൻ അവിടെ നിന്ന് ബഹളം വെച്ച് ഓടി നേരെ എൻ്റെ റൂമിലേക്ക് പോയി. അവിടെ അമൃത് ഉണ്ടായിരുന്നു. അപ്പോൾ അമൃതിൻ്റെ ഇങ്ങനെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് അമൃത് നേരെ ഒരു മെസ്സേജ് നോക്കിയിട്ട് അമൃതിന് പുറത്ത് പോകണം. അപ്പം തന്നെ അങ്ങനെ പുറത്തൊക്കെ പോയി. ഞാൻ പുറത്ത് വിട്ടില്ല. അങ്ങനെ ഞാൻ ആ റൂമിൽ കിടന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അപ്പോഴത്തേക്ക് 2-3 പേരവിടെ വന്നു. അപ്പോൾ അമൃത് ലൈറ്റ് ഓഫാക്കി ഞാൻ എന്നെ കെട്ടിയിട്ടേക്കാണ്. അപ്പോഴത്തേക്ക് കെട്ടിയിട്ടിട്ട് എൻ്റെ ഫോട്ടോയും ഞാൻ തന്നെ ഇവിടെ കൊടുത്തേക്കാം. അങ്ങനെ എൻ്റെ കൈ മുറിച്ചിട്ടുണ്ടായി. ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് എൻ്റെ കൈയൊക്കെ മുറിച്ചായിരുന്നു. എൻ്റെ കയ്യിൽ ടോട്ടൽ ഇവന്മാർ പറ്റിച്ചെടുത്തത് 13 ലക്ഷം രൂപയാണ്. 13 ലക്ഷം രൂപ, ഒരു iPhone 17 Pro Max, ഒരു ലാപ്ടോപ്പ്, പിന്നെ ബാക്കിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ബാക്കി ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ബാക്കിയൊക്കെ
എന്നെ ഇവർ മൂന്നിനും പറ്റിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. എന്നിട്ട് എന്നിട്ട് ഞാൻ അമൃതിന് വന്നിട്ട് മെസ്സേജ് അയച്ചു. അമൃതിന് ഞാനും മെസ്സേജ് അയച്ചു, അമ്മയും മെസ്സേജ് അയച്ചു. അമൃതിന് മെസ്സേജ് അയക്കുമ്പോഴൊക്കെ കോൾ വരുന്നു ഗൈസ്. അമൃതിന് മെസ്സേജ് അയക്കുമ്പോഴൊക്കെ അമൃത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, സിയാദിൻ്റെ അടുത്ത് ചോദിക്കും എന്ത് എന്നെ അവിടെ കൈ രണ്ടും ഇങ്ങനെ പിടിച്ച് ബാക്കിലോട്ട് കെട്ടിയിട്ട് എന്നെ പാട് കണ്ടോ ഗൈസ്. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇത് വയ്ക്കുന്നുണ്ട്. അതെന്നെ കെട്ടിയിട്ടേ, ദുബായിൽ കെട്ടിയിട്ടേ. പിന്നെ എൻ്റെ കാലിൻ്റെ ഇവിടെ ഒരെണ്ണമുണ്ട്, അത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. ആളിപ്പോൾ എൻ്റെ ശരീരത്തെ മൊത്തം സിറിഞ്ചും അതും ഇതൊക്കെ കുത്തി വെച്ചിട്ട് എനിക്കിപ്പോൾ ഫുള്ള് രോഗമാണ്. എൻ്റെ കൈ ഇങ്ങനെ നേരെ കെട്ടിട്ട് ഈ കൈ ഇങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ, ഇത് ഇങ്ങനെ ആവത്തില്ല. എന്നിട്ട് അവന്മാരിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നെന്ന്. അവിടെ സിയാദ് എന്ന് പറയുന്ന ഒരുത്തുണ്ട്, അവനൊക്കെ കണ്ടാലേ അറിയാം റോങ്ങാന്ന്. പക്ഷെ അവനെ ഞാൻ അങ്ങ് നമ്പിപ്പോയി. അതിൻ്റെ പേരിലാണ് ഞാൻ കിടന്ന് ഇത്ര അനുഭവിക്കുന്നത് ഈ നാട്ടിൽ. ഞാൻ ദുബായിൽ സെപ്റ്റംബറാണ് ഞാൻ ദുബായി പോകുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഫെബ്രുവരി അത്യാവശ്യം നല്ല ജീവിതമായിരുന്നു. ജോലി ഉണ്ടായിരുന്നു, സാലറി ഉണ്ട്, അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അത്യാവശ്യം കമ്പനികളൊരു അർബാബ് ഉണ്ടായിരുന്നു, പിന്നെ നൗഷാദക്ക ഒക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. ഇവൻ അവിടെ എന്ന് വന്ന് അന്നത്തോടെ എൻ്റെ കഷ്ടകാലം തുടങ്ങി. അങ്ങനെ പൈസ പക്ഷേ അവൻ ബുദ്ധിപൂർവ്വമായിട്ട് കളിച്ചു. പൈസ അവൻ എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചു, എൻ്റെ ഗൂഗിൾ പേക്കകത്ത് അവൻ പൈസ മേടിച്ചു. എന്നിട്ട് താഴെ ഒരു ഗ്രോസറി ഉണ്ട്. ഗ്രോസറി എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലെ മറ്റേ പലചരക്കടയില്ലേ, അത് കണക്ക് അവിടെ ഗ്രോസറി എന്നാണ് പറയുന്നത്. ഗ്രോസറിക്കാരൻ അതൊരു ജിനോ ജോർജും പിന്നെ മറ്റേ ഗ്രോസറിക്കാരൻ്റെ പേരെനിക്കറിയാൻ വയ്യ. ഒന്ന് ജിനോ ജോർജ് ഒന്ന്. ആ ചേട്ടൻ ഒരു പാവാ. ഇമാരെന്നെ സിറിഞ്ച് വെച്ച് കുത്താൻ നേരം ഞാൻ നേരെ ഓടിപ്പോയി കയറിയത് ആ ഗ്രോസറിയിലേട്ടാ. ആ ഗ്രോസറിക്കാരനാണ് എന്നെ ദുബായ് പോലീസിനെ വിളിച്ച് ആ ചേട്ടൻ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ ചേട്ടൻ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇമാരെന്നെ കുത്തിയൊക്കെ വെച്ച് എൻ്റെ പൈസയൊക്കെ കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പം നാട്ടിൽ എൻ്റെ വീട്ടിലിങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, ആവശ്യം പൈസ മേടിച്ച്. അങ്ങനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്, ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഞാൻ പോയിട്ട് വരുന്നേ ഉള്ളൂ. ഞാൻ 2 ദിവസം മുമ്പേ പോയി HIV, പിന്നെ RBS എൻ്റെ ബോഡി ഫുള്ള് ഞാൻ ടെസ്റ്റ് ചെയ്തേക്കാം. എനിക്ക് എൻ്റെ ലിവറിന് കംപ്ലൈൻറ്റ് ഉണ്ട്, ബോഡി ഫുള്ള് കംപ്ലൈൻ്റ് ആക്കി. അതായത് കിടന്നിട്ട് കുത്തുകയാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഓൾറെഡി എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1 മാസമായിട്ട് ദുബായിൽ ഞാൻ ചികിത്സയിലായിരുന്നു. അങ്ങനെ ഇവിടെ ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2 പേര്, മറ്റേ ഒരു ഫോണിൻ്റെ ഒരു കേസിനും ഇപ്പം മറ്റേ ഒരു വിസ കൊടുക്കാന്ന് പറഞ്ഞൊരു കേസിനും ഇപ്പോൾ 2 പേര് വന്നായിരുന്നു. ഒന്ന് ആദിത്യൻ, അവൻ എൻ്റെ കൂടെ പഠിച്ചതാണ്, രാഷ്ട്രപതിയിലൊക്കെ എൻ്റെ പഠിച്ച്, സെൻറ്റ് ലോയ്സ് എൻ്റെ കൂടെ പഠിച്ച നല്ല കമ്പനിയായിരുന്നു. പക്ഷേ ഈ ഒരു ടോക്ക് കാരണം ഞങ്ങളുടെ കമ്പനിയൊക്കെ അങ്ങ് പോയി. പിന്നെ ആദ്യത്തേൻ അവൻ ഇവിടെ നമ്മളെ ഒരു അനിയൻ പയ്യനാണ്. അവൻ്റെ ഇവരെയൊക്കെ പൈസ എൻ്റെ അക്കൗണ്ടിലാണ് വന്നേക്കുന്നത്. അപ്പം ഞാനാണ് ഇവിടെ തെറ്റ് ചെയ്തെന്നുള്ളത് എല്ലാവരും വിശ്വസിക്കുകയാണ്. എനിക്ക് ഈ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കടവൊക്കെ മേടിച്ചിട്ടാണ് ഞാൻ ദുബായിലേക്ക് ചെന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പറ്റിപ്പോയെന്ന് വെച്ചാൽ പറ്റി ഇത്ര ഇതായിട്ടാണ് പറ്റിയത്. ഇതാണ് കറക്റ്റ് സംഭവം. അല്ലാതെ കാര്യം അറിയാതെ ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന പരിപാടി നിർത്തുക. പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ അമൃതം എന്ന് പറയുന്നവൻ അവൻ്റെ കയ്യിൽ അവൻ്റെ പാസ്പോർട്ട് പോലും ഇല്ല. പിന്നെ സിയാദ്, അവനവിടെ വിസ പോലും ഇല്ല. അവൻ 2 കൊല്ലമായി വിസ. അവൻ 24,000 രൂപ ഫൈൻ ആകാനുണ്ട് സിയാദിന്. എന്നിട്ട് മറ്റേ ഇവിടെ വീട്ടിൽ മുമ്പ് 2 പേര് വന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ, അതിനകത്ത് മറ്റേ ആദിത്യൻ, എൻ്റെ ഫ്രണ്ട് ആദിത്യൻ, അവന് ഈ തമിഴൻ ദീപൻ, അവൻ്റെ നമ്പർ ഇവിടെ ഉണ്ട്, അവൻ്റെ ടെലഗ്രാം ചാറ്റും ഉണ്ട്. അവന് അയച്ച മെസ്സേജും വേണമെങ്കിൽ കാണിച്ചു തരാം, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ആദ്യത്തിൻ്റെ അടുത്ത് ഞാൻ അവൻ്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ വെള്ളം അടിക്കായിരുന്നു. അത് ഫ്രീ ഉള്ള ടൈമിൽ ഞാൻ വെള്ളം അടിക്കായിരുന്നു. പിന്നെ എൻ്റെ സാലറി കിട്ടിയ പൈസ ഞാൻ പബ്ബിൽ പോകുമായിരുന്നു, ഞാൻ സിനിമ കാണാൻ പോകുമായിരുന്നു. ഇവിടെ എങ്ങനെയാണ് നാട്ടിൽ എങ്ങനെയാണ് നിന്നത് അതൊക്കെ തന്നെയാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് നിന്നത്. ഞാൻ വീട്ടിലോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ ഫ്രണ്ട്സ് ചോദിച്ചു ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. ഞാൻ ഫ്രണ്ട്സിന് കൊടുക്കുന്ന പൈസ ഞാൻ തിരിച്ചു പോലും ചോദിക്കലില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ ആരും ഇല്ലാതായിപ്പോയി. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും കറക്റ്റ് കാര്യം അവർക്കൊന്നും അറിയത്തില്ല. അവർ പറയുന്നതാണ് വിശ്വസിക്കുന്നത്. എന്നുവെച്ചാൽ ഇവരെ നിന്ന് പൈസ മേടിച്ചത് ഞാനല്ലേ, എൻ്റെ ഭാഗം ആരും കേൾക്കത്തുമില്ല, എൻ്റെ വീട്ടുകാരും എൻ്റെ ഭാഗം നിൽക്കുന്നില്ല. അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് എന്തെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യം ക്ലിയർ ആവണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഈ കാര്യം പറയുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ ടോട്ടല് 9 ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഞാൻ കൊടുക്കണം എന്നുള്ള ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 17-ാം തീയതി, അടുത്ത മാസം 17-ാം തീയതി സിയാദ് വരും എന്നുള്ളൊരു ഇൻഫർമേഷൻ ഇങ്ങനെ കിട്ടിയായിരുന്നു. ഇവൻ്റെ ഒരു ചങ്ങായി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ചങ്ങായിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. അവന് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇവിടുന്ന് പോയതിന് ശേഷം അവൻ്റെ വിവരമൊന്നുമില്ല. ഈ സിയാദ് എന്ന് പറയുന്നവൻ എങ്ങനെയാ, അവൻ ഫുൾ ടൈം മറ്റേ വെള്ളം ഒരു പേപ്പർ ഉണ്ട് അവിടെ, ഒരു വൈറ്റ് പേപ്പർ ഉണ്ട്. ആ പേപ്പർ, ജോയിൻറ്റ്, കുത്തിവെപ്പ്, എമ്മടി, ഇതെല്ലാം ഉണ്ട്. ഞാൻ ദുബായിൽ ഞാൻ ഒരു 12-ാം തീയതി ഹോസ്പിറ്റലിൽ കയറി. ഞാൻ 12, 13, 14, 15, ഞാൻ 16, 17-ാം തീയതിയാണ് ഞാൻ റൂമിലെത്തുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ കയറിയ സമയം നോക്കി ഇവർ എൻ്റെ ഫോൺ അവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു ഞാൻ ഭയങ്കര കുത്തലാണ്, ഞാൻ സിറിഞ്ച് ഉപയോഗിക്കും, ഇതാണ്. ഞാൻ ഒറ്റ സിറിഞ്ചും ഞാൻ എൻ്റെ ദേഹത്തെ ഇതുവരെ കുത്തിയിട്ടില്ല. ഒരു സിറിഞ്ച് പോലും ഞാൻ കുത്തിയിട്ടില്ല എൻ്റെ ശരീരത്ത് പോലും. ഞാൻ നോക്കിക്കോ. ഞാൻ വേറെ ഒറ്റ സിറിഞ്ച് പോലും എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഒരുപാടുണ്ടാവും. ഞാൻ ഇന്നലെ മറ്റേ ബ്ലഡ് കൊടുക്കാൻ പോയ എൻ്റെ ഒറ്റപ്പാടാണ്. വേറെ ഒറ്റപ്പാട് പോലും എൻ്റെ ദേഹത്ത് നോക്കിയാൽ കിട്ടത്തില്ല. പിന്നെ മറ്റേ അവർ സിറിഞ്ച് കുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് പിന്നെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ഇങ്ങനെ കുത്തി കാണുന്നത്. അങ്ങനെ ഞാൻ ബർദുബായ് പോലീസ് സ്റ്റേഷനിൽ പോയി. 12-ാം തീയതി രാത്രി, 12-ാം തീയതി അല്ല 11-ാം തീയതി രാത്രി അവൻ്റെ റൂമിൽ, 12-ാം തീയതി രാത്രിയിലാണ് ഞാൻ ടാക്സി പിടിക്കുന്നത്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ കരാമ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് ചിത്രപ്പള്ളി ബിൽഡിംഗ് 222, അവിടെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസിച്ച് സിയാദ് എന്ന് പറയുന്നതിനായിട്ട് ഞാൻ അത്യാവശ്യം അവനെ ഞാൻ വിശ്വസിച്ച് പോയതുകൊണ്ടാണ് എൻ്റെ പൈസ ഇത്രയും പോയത്. അല്ലെങ്കിൽ എൻ്റെ പൈസ ഒന്നും പോകത്തില്ലായിരുന്നു, എൻ്റെ കയ്യിൽ തന്നെ നിന്നാണ്. എൻ്റെ പൈസ അല്ല, നാട്ടുകാരുടെ പൈസ. പിന്നെ ഇപ്പം ഇവിടെ ഫുള്ള് ഇപ്പം എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ പേരാണ് ആ ഫ്രോഡ്. അങ്ങനെ ഇവിടെ ആദ്യം മൊത്തം ഞാൻ ഫ്രോഡായിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പൈസ മൊത്തം പോയി. അങ്ങനെ 12-ാം തീയതി ഞാൻ ഒരു ടാക്സി വിളിച്ചു. അവിടുന്ന് റൂമിൽ ഞാൻ ഇറങ്ങി ഓടി. അവിടുത്തെ കഥമൊക്കെ കുത്തിപ്പൊളിച്ച് ഞാൻ ഇറങ്ങി ഓടി. ഞാൻ കൈ മുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈമുറിച്ച് സ്റ്റിച്ച് ഉണ്ടായിരുന്നു, രണ്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു കയ്യിൽ. കൈമുറിച്ചതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം. ഞാൻ തന്നെയാണ് മുറിച്ചത്. റൂമിൽ നിന്ന് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് കൈയൊക്കെ മുറിക്കുന്നത്. ഇതാണ് അവിടെ പറ്റിയത്. ഞാൻ ഇവന്മാരെ എല്ലാവരുടെയും ഫോട്ടോ, അമൃതിൻ്റെത്, സിയാദിൻ്റെത്, പിന്നെ ഫല എന്ന് പറയുന്നത് റൂം ഓണറാണ്. ഈ റൂം ഓണർ എന്നെ അവരിട്ട് അടിക്കുകയൊക്കെ ചെയ്തു. കുത്താൻ നേരത്തൊക്കെ റൂം ഓണർ ഉണ്ടായിരുന്നു. റൂം ഓണറിനെ മാത്രം അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ഓണറിന് ഞാൻ ആ ഒരു നഷ്ടപരിഹാരം, അതായത് റൂം കുത്തിപ്പൊളിച്ചതിന് അവിടുത്തെ റെൻറ്റ് എൻ്റെ അടുത്ത് ആദ്യമേ 35,000 രൂപയാണ് ചോദിച്ചത്. പിന്നെ ഞാൻ ഒരു ദിവസം അയാൾക്ക് വോയിസ് വെച്ചു, ഞാൻ എന്നാൽ ദർംസ് തരാമെന്ന് പറഞ്ഞ് വോയിസ് വെച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു വേണ്ട, എന്നാൽ പിന്നെ ദർംസായിട്ട് നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞാൽ പോരാ, ഞാൻ 5 രൂപ കൂട്ടി എനിക്ക് 40 രൂപയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 40,000 രൂപ എടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം പോകുമ്പോൾ എൻ്റെ ചെവിക്കുട്ടിക്ക് ഒരടി. ചെവിക്കുട്ടി അടിച്ചിട്ട് പറഞ്ഞ് ഒരു തന്തയില്ലാത്തതൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അവൻ ഈ പറഞ്ഞ ഡയലോഗിൻ്റെ അർത്ഥം എന്താ, അവൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാരെ ഓൾറെഡി ബ്ലോക്ക് ആക്കിയവൻ. ഞാൻ ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നുണ്ട്, വീട്ടുകാരൊക്കെ വെച്ചിട്ട് ഫോൺ എടുക്കാത്ത ഇവൻ വിളിച്ച് പറഞ്ഞ് ഞാൻ കുത്തലാണ്. അങ്ങനെ കുമാര് കുത്തിക്കേണ്ടി അടിക്കുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ എൻ്റെ അനിയൻ അയച്ചു കൊടുത്തു. ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ആരുടെയും പൈസ, നിങ്ങളാരുടെ ഒരു രൂപയിലും ഞാൻ പഠിച്ചുകൊണ്ട് പോയിട്ടില്ല. സിയാദും ആ തമിഴനും ആ അമൃതരാജും അവർ 3 പേരാണ് പൈസ പറ്റിച്ചേക്കുന്നത്. ഞാൻ ഒറ്റ രൂപ പോലും ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഒരാളെ കൊടുക്കാൻ ചെയ്ത് ഒരു 50 ദർംസ് വരുമായിരുന്നു. 50 ദർംസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 1200 രൂപ. ദർംസിന് അവിടെ ഭയങ്കര വാല്യൂ ആണ്. ആ മെസ്സൊക്കെ ക്യാൻസൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ അവർ റൂമിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ. മെസ്സ് ക്യാൻസലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ സിയാദിൻ്റെ മെസ്സാണ് ഉപയോഗിച്ചുകൊണ്ട് വന്നത്. മെസ്സെന്ന് വെച്ചാൽ ഫുഡ് കൊണ്ടുവരുന്ന 3 നേരം ഫുഡ് കിട്ടുന്ന ഇതാണ് മെസ്സ്. അവരുടെ റൂമിൽ ചെന്ന് ഒരു പാതി ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് മെസ്സ് ക്യാൻസലായി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് താഴെ ഒരു മെട്രോ ഉണ്ട്, മെട്രോയിൽ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ട് വന്നത്. മെട്രോയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിന് തുച്ഛമായ പൈസ എത്തുള്ളൂ. അവിടെ ഏറ്റവും കൂടുതലും ലാഭമുള്ള ഇതാണ് മെസ്സല്ല മെട്രോ റെസ്റ്റോറൻറ്റ്. അവിടെയൊക്കെ എന്നെ അറിയാം. പിന്നെ ഈ ഇവന്മാരെ പൈസ ഈ 2 ഗ്രോസറി ചേട്ടന്മാർക്കാണ് അയച്ചേക്കുന്നത്. ഒന്ന് നമ്മുടെ മെട്രോൻ്റെ ഇപ്പുറത്തുള്ള ഗ്രോസറിയും ഒന്ന് മെട്രോൻ്റെ അപ്പുറത്തുള്ള ഗ്രോസറിയും. ഈ 2 ഗ്രോസറി ചേട്ടന്മാർക്കാണ് പൈസ അയച്ചേക്കുന്നത്. ഈ പൈസ ഒക്കെ ചെന്നപ്പോഴൊക്കെ എൻ്റെ കൂടെ സിയാദും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ അമൃതരാജ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ സിയാദ് കാണും അല്ലെങ്കിൽ അമൃതരാജ് കാണും. അതുകൊണ്ട് ഗ്രോസറിക്കാരൻ ചേട്ടന്മാരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം. പിന്നെ സിയാദ് തമിഴൻ അവന്മാർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. അവന്മാർ രണ്ടുപേരും ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാനാണെങ്കിൽ അവൻ്റെ റൂമിൽ ചെന്നാണ് ഞാൻ ചെന്നത്. ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ട്രസ്റ്റ് ചെയ്താൽ എന്നെ കണക്ക് ഇതാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പോകും. പിന്നെ ഞാനിപ്പോൾ 22-ാം തീയതി വന്നതാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ് ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ഒരു ഹോസ്റ്റലെടുത്ത് നിന്നാലോ. പക്ഷെ വേറെ എവിടെയെങ്കിലും പോയി ഹോസ്റ്റലെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കള്ളനായി ഇരിക്കത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വേറെ എവിടെയും പോയി ഹോസ്റ്റലെടുത്ത് നിൽക്കാത്തതും
ഒന്നും തന്നെ ചെയ്യാത്തത്. ഞാൻ ഹോസ്റ്റലെടുത്ത് നിന്നാണ്. ഞാൻ 22-ാം തീയതി വന്നിട്ട് ഞാൻ നേരെ ആദ്യമേ കാലിക്കട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ 2 ദിവസം ഞാൻ അവിടെ സ്റ്റേ അടിച്ച് നിന്നതാണ്. വേണമെങ്കിൽ എനിക്ക് സുഖമായിട്ട് ഉമ്മാരെ പഠിച്ചുകൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ പാട് എനിക്ക് ചെറിയ സർക്കിളായിരുന്നു. പണ്ട് എനിക്ക് വലിയ സർക്കിളായിരുന്നു. അത് 2-3 കൊല്ലം മുമ്പൊക്കെ എനിക്ക് ഭയങ്കര വലിയ സർക്കിളായിരുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സർക്കിൾ കുറച്ച് ചെറിയ സർക്കിളാക്കിയതാണ്. കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫ്രണ്ട്സിൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാർ, അതായത് എനിക്കവിടെ ജോലി തരാമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു വേറെ വേക്കൻസി ഉണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ കുറച്ച് ആൾക്കാരങ്ങ് പോയി കഴിഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരന്മാരൊക്കെ അവിടെയായി, എൻ്റെ റൂമിൽ നമ്മളെ നാട്ടുകാർ, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ ചെയ്തത്. പക്ഷേ ചെയ്ത് വെച്ചത് പോയത് വലിയ അബദ്ധത്തിലേക്ക് പോയി. അതാണ് പറ്റിപ്പോയത്. അല്ലാതെ ഞാൻ ആരുടെ 5 പൈസ പോലും എടുത്തിട്ടില്ല. ഞാൻ പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരു രൂപ പോലും ഞാൻ ആരുടെയും പറ്റിക്കാണ്ട് നിന്നിട്ടില്ല. സോ വിശ്വസിക്കുക, എല്ലാവരുടെയും പൈസ ഞാൻ തിരിച്ചു തരും. വലിയൊരു അടി പറ്റിപ്പോയതാണ് ഗൈസ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് വീണ്ടും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റും. പക്ഷേ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് ഇവന്മാരിൽ നിന്നും ഒരു 5 പൈസ പോലും ഞാൻ മേടിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ പൈസ ഇപ്പം പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞ് മേടിച്ചവന്മാർ പിന്നെ 5 പൈസ പോലും ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരാരുടെ ഞാൻ 5 പൈസ പോലും മേടിച്ചിട്ടില്ല. പൈസ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവന്മാരെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്കൊരടി വന്നപ്പോൾ നമ്മളാരും വിശ്വസിക്കുന്നില്ല. സോ ഇത്രയേ ഉള്ളൂ പറയാൻ, വേറൊന്നും പറയാനില്ല. ഇതിപ്പോൾ ഒരു വീഡിയോയുടെ ആവശ്യം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ആവശ്യം ഉണ്ട്. അവന്മാരവിടെ കരാമയിൽ സുഖമായിട്ട് ജീവിക്കുന്നു, ഞാൻ ഇവിടെ വീട്ടിൽ ലോക്കായിട്ട് ജീവിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ദുബായിലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ അവന്മാരെ അടുത്ത് പോയി പെടല്ല. ഞാൻ എന്തായാലും പെട്ടു. അവന്മാരുടെ അടുത്തേക്ക് പോലും പോകല്ലേ. അവന്മാർ പെടുത്തു എന്ന് വെച്ചാൽ ഭയങ്കര രീതിയിൽ പെടുത്തും എന്നെ. ഇപ്പം ആദ്യത്തിൻ്റെ കയ്യിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് നേരത്തിനുള്ളിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അടുത്ത് കൊടുക്കാം. ഞാൻ ഭയങ്കര ഒരു ഡ്രഗ് അഡിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഞാൻ ഹോസ്പിറ്റലിൽ പോയതും ഞാൻ ദുബായി കിടന്നതൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്യാം. അവർ MDMA ഒക്കെ എന്നെ കുത്തി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫുള്ള് സെറിജിൻ്റെ പരിപാടിയായിരുന്നു അവിടെ. ഞാൻ വെള്ളം അടിക്കായിരുന്നു. ഓക്കെ, സമ്മതിക്കുന്നുണ്ട്. ഞാൻ പബ്ബിൽ പോകുമായിരുന്നു, അതും സമ്മതിക്കുന്നുണ്ട്. ഞാൻ സിനിമ കാണാൻ പോകുമായിരുന്നു. ഞാൻ ഇറങ്ങുന്ന പടമൊക്കെ ആദ്യം പോയി കാണുമായിരുന്നു. ഞാൻ വീട്ടിലോട്ട് പൈസ അയച്ചിട്ട് ബാക്കി ഞാൻ അവിടെ സേവ് ചെയ്ത് പൈസയ്ക്കാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നതും. ഇമാര് ഫ്രണ്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ പൈസ അയച്ച് കൊടുക്കുക. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈസ അയച്ച് കൊടുക്കും. പക്ഷെ ഇപ്പം ഒരു റോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഇവരിൽ പൈസ മേടിച്ചത്. അപ്പം അവിടെയാണ് ഇവർക്കൊരിത്. ഞാനാണ് പൈസ, അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് അവൻ്റെ ഇത് മേടിച്ചു ഞാൻ അവൻ്റെ ഇത് മേടിച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോയി. എന്തായാലും 2-3 മാസത്തിനുള്ളിൽ എല്ലാം റെഡിയാവും. അപ്പോൾ അവന്മാർ വിശ്വസിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് വിശ്വസിപ്പിക്കാനൊന്നും. എൻ്റെ ഫോൺ വരെ അവന്മാർ ഹാക്ക് ചെയ്തായിരുന്നു. ഫോൺ പിന്നെ റീസെറ്റ് ആക്കിയിട്ടാണ് ഞാൻ പിന്നെ പുതിയ ഇമെയിൽ ID വെച്ചിട്ടാണ് ഞാൻ ഫോൺ എടുത്തത്. പഴയ ഇമെയിൽ ID ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ നിന്ന് പോയി. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊണ്ടുപോയി. എൻ്റെ ഇൻസ്റ്റാഗ്രാം 3 അക്കൗണ്ട് ഉണ്ടായിരുന്നു. ലൈഫ് ഓഫ് ആദു ഉണ്ടായിരുന്നു, ആദു ഫീഡ് ഉണ്ടായിരുന്നു, ഷോർട്സ് ബൈ ആദു ഉണ്ടായിരുന്നു. ഷോർട്സ് ബൈ ആദു അവന്മാർ ആ മെയിലിനകത്താണ് ഷോർട്സ് ബൈ ആദു കിടക്കുന്നത്. പിന്നെ ആദു ഫീഡിൻ്റെ അവന്മാർ സെയിൽ ചെയ്തു. അത് അവന്മാർ സെയിൽ ചെയ്തെന്ന് വെച്ചാൽ 1,20,000 രൂപയ്ക്കാണ് സെയിൽ ചെയ്തത്. ആ സെല്ലർ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു, എടാ ഈ അക്കൗണ്ട് എനിക്ക് ഒരുത്തൻ തന്നെയാണ്, ആ അക്കൗണ്ട് റിട്ടേൺ കിട്ടും, ആ അക്കൗണ്ട് തിരിച്ച് കിട്ടും. ഞാൻ ഇന്ന് പുള്ളിക്കാരന് വോയിസ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ പറ്റിപ്പോയത്. അപ്പോൾ പുള്ളിക്കാരൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1,20,000 രൂപയ്ക്കാണ് എൻ്റെ 178K ഉള്ള അക്കൗണ്ട് അവന്മാർ സെയിൽ ചെയ്തത്. ആലോചിച്ച് നോക്കിയാൽ. പിന്നെ ലൈഫ് ഓഫ് ആദുവിൻ്റെ പേര് മാറ്റി ഇപ്പോൾ സിയാദാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രൂഫ് ഞാൻ അവിടെ കൊടുത്തേക്കാം. അല്ല, ജസ്റ്റ് ലൈഫ് ഓഫ് ആദുവിൻ്റെ അകത്ത് കയറിയിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. അവൻ്റെ പുതിയ പോസ്റ്റും പിന്നെ അത് അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കുറച്ച് സ്റ്റോറീസ് അവൻ കളയാതെ വെച്ചിട്ടുണ്ട്. 2 പോസ്റ്റ് അവൻ കളയാതെ വെച്ചിട്ടുണ്ട്. അവൻ മണ്ടനായോണ്ടാണ് അത് കളയാതെ വെച്ചേക്കുന്നത്. എൻ്റെ അക്കൗണ്ടാണെന്ന് കാണുമ്പോൾ തിരിച്ചറിയാം. ചിലപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് നീ മാറ്റിക്കഴിഞ്ഞാൽ നീ മാറ്റിക്കോ, എനിക്ക് കുഴപ്പമില്ല. പിന്നെ അവൻ്റെ നാട്ടിലുള്ള കൂട്ടുകാർക്കൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ വീടൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 17-ാം തീയതി വരെ നോക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കാര്യം സംസാരിക്കാൻ നിൽക്കുകയാണ്. എന്നെ പഠിച്ചുകൊണ്ട് പോയി. അതായത് ഈ 13 ലക്ഷം രൂപ പറ്റിച്ചുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഇതിപ്പോൾ 24 വയസ്സ്, ഒരു 5-6 കൊല്ലം ഞാൻ പണിയെടുക്കണം. നല്ല പണിയെടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ തോപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മേടിച്ചിട്ട് പൈസ എടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. നീ പറ്റിച്ചുകൊണ്ട് പോയ പൈസ എനിക്ക് തിരിച്ചു തന്നാൽ മതി.
അത് എൻ്റെ പൈസ എനിക്ക് വേണ്ട, എനിക്ക് ആ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പൈസ മാത്രം കിട്ടിയാൽ മതി. എൻ്റെ ഫോണിൽ നീ വെച്ചോ എൻ്റെ ലാപ്ടോപ്പിൽ നീ വെച്ചോ എനിക്ക് കുഴപ്പമില്ല. ലാപ്ടോപ്പിൽ നിൻ്റെ ഉണ്ടോ നീ കൊണ്ട് വിറ്റോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഫലയ്ക്കും അമൃതിനും അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല ഈ ലാപ്ടോപ്പിൻ്റെ കേസ്. പക്ഷേ ആ K36 അവർക്കൊക്കെ അറിയാം. ലാപ്ടോപ്പ് കിട്ടിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം നടക്കുന്നത്. അത് അമൃതിൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞായിരുന്നു, എനിക്കൊരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ടാകുന്നത്. സിയാദിന് ഞാൻ വീഡിയോ വെച്ച് കൊടുത്തായിരുന്നു ലാപ്ടോപ്പിൻ്റെ. അവൾ അന്നൊരു ദിവസം അവിടെ മൊത്തം വന്നിവിടെ നോക്കി. പക്ഷെ ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. അന്നാണ് ഇവൻ എൻ്റെ ഫോൺ എടുത്ത് എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യുന്നത്. ബാക്കി എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോക്കകത്ത് പറയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഇതങ്ങ് പോട്ടെ.